പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രിയമക്കളെ നോക്കൂ, യിരെമ്യാ പ്രവാചകനോട് യഹോവ പറയുകയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. പ്രിയമക്കളെ, ആ നിത്യസ്നേഹം, അതായത് ഒരിക്കലും പിരിയാത്ത എന്നേക്കുമുള്ള ആ ഒരു സ്നേഹമാണ് കർത്താവപ്പച്ചൻ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 5:8 പറയുന്നുണ്ട്, ജീവൻ നൽകിയുള്ള സ്നേഹം കാണുവാൻ സാധിക്കുന്നതായിട്ട്. അതോ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നോക്കൂ, ആ ദൈവത്തിൻ്റെ സ്നേഹം, നിത്യമായ സ്നേഹം ഇവിടെ നോക്കൂ. ഹല്ലേലൂയ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവിക വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ശുദ്ധിയുള്ളവരാക്കി ദൈവ സ്നേഹത്തിൽ നിർത്തുകയും ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും പാപവഴിയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. ഈ സ്നേഹം അവസാനത്തോളം നിത്യതയോളം എത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. മലാക്കി പ്രവചനം 1:2 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. നാം ഓരോരുത്തരും അതുപോലാണ്. നമ്മെ ഓരോരുത്തരും സ്നേഹിക്കുമ്പോൾ നീ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യഥാർത്ഥമായി നോക്കിയാൽ നമുക്കെപ്പോഴും അല്ലെങ്കിൽ ഈ സമയങ്ങളിലുള്ള ഒരു സംശയമാണ്, യേശുപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു വരുമ്പോൾ യഥാർത്ഥമായിട്ട് എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. നമ്മെ ഏത് നേരത്തും സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശുപ്പൻ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ നോക്കൂ, ഹല്ലേലൂയ, റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും വേർപിരിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. യേശുപ്പച്ചന്റെ സ്നേഹം അത് എന്നും നിലനിൽക്കുന്ന ആ സ്നേഹമാണ്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8:35 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, മുകളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും നാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം ഈ ഹല്ലേലൂയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും കർത്താപ്പച്ചൻ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ തന്നെയാണ് ആശ്രയം വെക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ പ്രയാസത്തിൽ നിന്നും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ദൈവ സ്നേഹത്തിൽ കൂടി പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, ഇയ്യോബ് ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി, ജീവിതത്തിൽ ഹല്ലേലൂയ ഇനി ഒന്നുമില്ല, ശാരീരികമായിട്ട് വളരെ തളർന്ന്, ഹല്ലേലൂയ, തൻ്റെ ഭാര്യ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാം വെറുത്തു. എന്നിട്ടും ദൈവ സ്നേഹത്തിൽ തന്നെ ഇയ്യോബ് ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ആ യേശുപ്പന്റെ സ്നേഹം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങൾ കടന്നു വരുമ്പോഴും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും എങ്ങനെ തന്നെ തളരുന്ന അനുഭവത്തിൽ കൂടി കടന്നുപോയാലും അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവ സ്നേഹം നിത്യസ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ
റോമർക്കെതിരെ ലേഖനം 5:8 പറയുന്നുണ്ട്, ജീവൻ നൽകിയുള്ള സ്നേഹം കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവിക വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ശുദ്ധിയുള്ളവരാക്കി ദൈവ സ്നേഹത്തിൽ നിർത്തുകയും ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താപ്പച്ച നമ്മെ എത്ര അത്ഭുതമാവണ്ണുവാ ഹല്ലേലൂയ വഴി നടത്തുന്നത്. നമുക്ക് വേണ്ടിയല്ലേ ആ ക്രിസ്തു അപ്പച്ച ഹല്ലേലൂയ ക്രൂശിതനായി തീർന്നത്. ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ആ സ്നേഹത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയാണ് പ്രിയ മക്കളെ. അപ്പനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:1 പറയുന്നുണ്ട്, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നോക്കൂ, ക്രൂശിൽ ഹല്ലേലൂയ ആകുന്ന ആ സമയം അടുത്തു വന്നപ്പോഴും അപ്പന് നമ്മോടുള്ള സ്നേഹം കുറഞ്ഞില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്റെ ക്രൂശീകരണ സമയം അടുത്തപ്പോഴും നമ്മോടുള്ള ആ സ്നേഹത്തിൽ തന്നെ ഉറച്ചു നിന്ന് അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ സ്നേഹം ഇന്ന് എങ്ങനെയാ? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്നേഹം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്? അത് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15:9 പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഹല്ലേലൂയ. നോക്ക്, അപ്പൻ എങ്ങനെ ഹല്ലേലൂയ തൻ്റെ പുത്രനെ സ്നേഹിച്ചുവോ അതുപോലെ നാം നമ്മുടെ ഹല്ലേലൂയ യേശു അപ്പനെ സ്നേഹിക്കുന്നവരായിരിക്കണം. നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കേണ്ടവരാ. ദൈവിക പ്രമാണത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ തന്നെ നാം വസിക്കുന്നവരായിരിക്കണം പ്രിയ മക്കളെ. ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപെടുത്തി ഹല്ലേലൂയ മാറ്റിക്കൊണ്ടു പോകുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ്. ഹല്ലേലൂയ. അത് അതിരില്ലാത്ത അളവില്ലാത്ത തീരാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ എഫെസ്യർക്കെതിരെ ലേഖനം 3:17 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തോടും ക്രിസ്തുവിനോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൽ ഹല്ലേലൂയ നാം അടിസ്ഥാനപ്പെട്ട് വേരൂന്നി വളരണം. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിൽ നമ്മളെ നിലനിൽക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മോടുള്ള ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ മനസ്സില് നമ്മുടെ അനുഭവത്തില് ആഴത്തില് നമ്മൾ ഗ്രഹിച്ചറിയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽപ്പാൻ, ആ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ അപ്പനിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറി നിൽക്കുവാൻ സാധ്യമല്ല. അതായത് മുകളിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആപത്തോ വാളോ ഉപദ്രവമോ കഷ്ടതയോ പട്ടിണിയോ എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്ക് അപ്പനോടുള്ള സ്നേഹത്തിൽ നമ്മളെ ഹല്ലേലൂയ ആർക്കും വേർപെടുത്തി മാറ്റിയെടുക്കുവാനോ നമുക്ക് മാറി നിൽക്കുവാനോ സാധിക്കുകയില്ല. പ്രിയ മക്കളെ, കർത്താപ്പച്ചനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നവരായി തീരണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറി നിൽക്കല്ല. ഹല്ലേലൂയ. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മോട് ഓരോരുത്തരോടും പറയുന്ന വചനമായിട്ട് നാം ഇതങ്ങ് ഏറ്റെടുക്കണം. പ്രിയ മക്കളെ, അപ്പന്റെ ആ നിത്യസ്നേഹം നമ്മളിൽ ഉള്ളപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. അപ്പന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം.
സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും നിത്യസ്നേഹത്താൽ നിറയ്ക്കണമേ. ദൈവസ്നേഹം വേണ്ടും പോലെ മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യണം കർത്താവപ്പച്ച. കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വളരുവാൻ എല്ലാവരെയും ഇടയാക്കണം. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.